നിദ്രയുടെ ആ ചോദ്യത്തിൽ ഒരു നിമിഷം സത്യഭാമ ഉത്തരം മുട്ടി നിന്നു. പിന്നെ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിച്ചു. എന്താ വേണ്ടതെന്നോ? എൻ്റെ പൊന്നുമോളെ, നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നടി? എൻ്റെ കുഞ്ഞിൻ്റെ നിൽപ്പ് കണ്ടോ? അയ്യോ, എൻ്റെ പൊന്നുമോളുടെ ജീവിതം തകർന്നല്ലോ. സത്യഭാമ അലമുറയിട്ടുകൊണ്ട് നെഞ്ചത്തടിച്ച് കടയാൻ തുടങ്ങി. നിദ്രയും ഗായത്രി ദേവിയും അസ്വസ്ഥതയോടെ പരസ്പരം നോക്കി. ജാനകിക്കും ഭവാനിക്കും ആ അഭിനയം കണ്ടിട്ട് ചിരി വന്നു. തോമസ് ഏട്ടൻ ഇവർക്ക് ഇതെന്തിൻ്റെ കേടാ എന്ന മട്ടിൽ കിളി പോയി കണക്കെ നിന്നു. ശരണ്യ ഇതെല്ലാം ഓവറല്ലേ എന്ന മട്ടിൽ അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സത്യഭാമയ്ക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, എൻ്റെ നിദ്രമോളുടെ ജീവിതം തകർന്നേ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ സത്യഭാമേ? കുറേ നേരമായല്ലോ, ഗായത്രി ദേവി തികഞ്ഞ അസഹ്യതയോടെ പറഞ്ഞു. പക്ഷേ സത്യഭാമയ്ക്ക് നിർത്താനുള്ള ഭാവമുണ്ടായിരുന്നില്ല. അയ്യോ, എൻ്റെ മോളുടെ ജീവിതം തകർന്നേ, അവൾക്ക് ആരുമില്ലാതായേ, എനിക്കിന്ന് ചത്താ മതിയ നാട്ടുകാരെ. സത്യഭാമയുടെ അലമുറ കേട്ട് നാട്ടുകാരിൽ ചിലർ മതിലിനുള്ളിലേക്ക് എത്തി നോക്കി. നിർത്താനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, ഗായത്രി ദേവി അടുക്കാനാവാത്തത് അരിശത്തോടെ പറഞ്ഞു. പോലീസ് എന്ന വാക്ക് കേട്ടതും സത്യഭാമ ഒന്ന് നടുങ്ങി. അവരുടെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. അവർ ആശ്രയത്തിനെന്ന പോലെ ശരണ്യയെ നോക്കി. ആഹാ, പോലീസിനെ വിളിക്കുമോ? എന്നാൽ നിങ്ങളൊന്ന് വിളിച്ചേ, ഞങ്ങൾക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ശരണ്യ ഗായത്രി ദേവിയെ നേരിട്ടുകൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? നിങ്ങൾക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഗായത്രി ദേവി ചോദിച്ചു. നിങ്ങളുടെ മകൻ രുദ്രദേവന്റെ ചേച്ചി നിദ്രയെ കല്യാണം കഴിച്ച് വഴിയാധാരമാക്കിയ കാര്യം. ഗായത്രി ദേവിയും നിദ്രയും ശരണ്യയുടെ ആ വാക്കുകളിൽ ഒരുപോലെ ഞെട്ടിപ്പോയി. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഗായത്രിയുടെ സ്വരം താഴ്ന്നു. ഓ, ഞങ്ങളിതൊന്നും അറിയില്ല. നിങ്ങൾ വിചാരിച്ചോ ഞാൻ ഇവളുടെ ചെറിയമ്മയാ? ഇതെൻ്റെ മോളും. ഞങ്ങൾക്ക് ഇവളുടെ കാര്യങ്ങൾ അറിയാനും ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. ശരണ്യയുടെ സപ്പോർട്ടോട് കിട്ടിയതോടെ സത്യഭാമ പഴയ ഊർജ്ജലസ്വലമായി അവ തുടർന്നു. നിങ്ങളുടെ മകൻ രുദ്രദേവിനൊരു കാമുകി ഉണ്ടായിരുന്നു. അവളുമായിട്ട് അയാൾക്ക് അനാവശ്യ ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് അത് മറച്ചു വെച്ച് പാവപ്പെട്ടൻ്റെ നിദ്രമോളെ നിങ്ങൾ കല്യാണം കഴിച്ച് വഞ്ചിച്ചു. രുദ്രൻ്റെ അച്ഛനമ്മമാരായ നിങ്ങൾക്ക് അവൻ്റെ എല്ലാ തരികിടകളും അറിയാമായിരുന്നു. അവനൊരു സ്ത്രീരംഭണനാണെന്ന് അറിയാമായിരുന്നു. അയ്യോ അമ്മേ, സ്ത്രീരംഭനല്ല, സ്ത്രീലംബടൻ, ശരണ്യ തിരുത്തി കൊടുത്തു. അതെ, സ്ത്രീലംബടൻ. നിങ്ങളുടെ മകൻ ഒരു സ്ത്രീലംബനാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. സത്യഭാമയുടെ പറച്ചിൽ കേട്ട് ശരണ്യയ്ക്ക് ജാള്യത തോന്നി. അവൾ പിന്നെ അവരെ തിരുത്താനൊന്നും പോയില്ല. എന്നിട്ട് നിങ്ങളൊരു പാവപ്പെട്ട പെണ്ണിനെ അവനെ കെട്ടിച്ചു കൊടുത്തു. എന്നിട്ടോ കല്യാണശേഷവും അവൻ അവൻ്റെ കാമുകിയുമായിട്ടാണ് കഴിഞ്ഞത്. ഇവളുമായി അവന് യാതൊരു ബന്ധവുമില്ല. ഇപ്പം അവൻ അവൻ്റെ കാമുകിക്ക് വേണ്ടി ഇവളെ ഉപേക്ഷിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നു. നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ എൻ്റെ നിദ്രമോളുടെ താലി അറ്റുപോകാൻ നിങ്ങൾ അനുവദിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വരുന്നു. സത്യഭാമയുടെ അവസാനത്തെ ചോദ്യത്തിൽ ഗായത്രി ദേവി ആകെ വല്ലാതെയായിപ്പോയി. അവരുടെ നെഞ്ചിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. നിദ്രയ്ക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. സത്യഭാമയുടെ ആ കുറ്റപ്പെടുത്തൽ അവളെ രോഷം കൊള്ളിച്ചു. ദേ ചെറിയമ്മേ, എൻ്റെ അമ്മയാ ഇത്. എൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. സത്യഭാമ തെല്ലൊരു അത്ഭുതത്തോടെ നിദ്രയെ നോക്കി. ഇവൾ തന്നോട് എതിർത്ത് പറയുകയോ? ഈ ഗായത്രി ദേവി കൊടുത്ത ധൈര്യമാകും. അയ്യോ, എൻ്റെ നിദ്രമോളെ, നീ എന്താ ചെറിയമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവർ നിന്നെ ദ്രോഹിച്ചവരല്ലേ? ഇവരുടെ മകന് വേണ്ടി ഇവർ നിന്നെ ചതിക്കുകയായിരുന്നില്ലേ? മാത്രമല്ല, ഞാനല്ല നിന്റെ അമ്മ, ഇവരല്ലല്ലോ. എന്നോട് നീ ഇങ്ങനെ സംസാരിക്കാമോ? എന്നെ ആരും ചതിച്ചിട്ടില്ല. വിവാഹത്തിന് മുൻപേ ദേവേട്ടന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യഭാമയ്ക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. ഇതെല്ലാം ഇവൾ അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് എന്നത് അവർക്ക് ഒരു പുതിയ അറിവായിരുന്നു. ഇനി എന്ത് പറഞ്ഞ് ഇവളെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അവർ ഒരു നിമിഷം ചിന്തിച്ചു പോയി. നിദ്ര കലുഷമായ സ്വരത്തോടെ തുടർന്നു. പിന്നെ എൻ്റെ അമ്മയെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഈ വിവാഹത്തിന് മുമ്പ് അമ്മയോടും അച്ഛനോടും വിലപേശി പണം വാങ്ങിയതൊക്കെ എനിക്ക് നന്നായി അറിയാം. നിങ്ങളെന്നെ ഒരു ആയുഷ്കാലം മുഴുവൻ അവിടെ ഇഷ്ട കഷ്ടപ്പെടുത്തി നരകവേദന അവനുഭവിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞത്. ഇവിടെ എൻ്റെ അമ്മയുടെ കൂടെ വന്നപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞത്. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും എൻ്റെ അമ്മയാ. എൻ്റെ ദൈവം തന്നെയാ എൻ്റെ അമ്മ. ആ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും.
നിദ്രയുടെ തൻ്റെയോടത്തോടെയുള്ള ആ സംസാരം കേട്ട് സത്യഭാമയും ശരണ്യയും മാത്രമല്ല ഗായത്രി ദേവി പോലും ആശ്ചര്യപ്പെട്ടു പോയി. അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തുടികൊള്ളി. അവളുടെ സ്നേഹം കണ്ട ഹൃദയം നിറഞ്ഞു തുളുമ്പി. ഇന്നേ വരെ തൻ്റെ മുന്നിൽ പേടിച്ചു വിറച്ച് നിന്നിരുന്ന നിദ്രയുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടപ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം കൊണ്ട് ആകെ വിറഞ്ഞു വന്നു. നീ കുറെ നേരമായില്ലോടി അമ്മ അമ്മ എന്ന് പറയുന്നത്. അത് ഇവരാണോടി നിന്റെ തള്ള കെട്ടിയൊന്നിരിക്കുമ്പോൾ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ? ആ സംസ്കാരമല്ലേടി നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കല്യാണത്തിന് മുൻപ് അവനൊരു കാമുകിയുണ്ട് എന്നറിഞ്ഞിട്ടും നീ അവനെ കല്യാണം കഴിച്ചത്. ഓ, അത് വലിയ പ്രശ്നമല്ലല്ലോ നിനക്കും കണ്ട ആണുങ്ങളോട് ബന്ധമുണ്ടാകും. തള്ളയുടെ സ്വഭാവം മോൾക്കും കിട്ടാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിനക്കിതൊന്നും ഒരു കുഴപ്പമായി തോന്നത്തില്ല. സത്യഭാമയുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട് നിദ്ര അന്തം വിട്ടുപോയി. ഗായത്രി ദേവിയുടെ മുഖം രോഷം കൊണ്ട് ചുവന്നു. അവർ സത്യഭാമയ്ക്ക് നേരെ കൈ ചൂണ്ടി. ദേ സത്യഭാമേ, ഇവിടെ വന്ന് എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. എൻ്റെ അമ്മ പറയുന്നതാണോ അനാവശ്യം? നിങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ശരണ്യ ഇടപെട്ടു. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ദേ കൊച്ചേ, നിന്റെ അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. ഞങ്ങൾ അങ്ങനെ പോകാൻ വന്നവരല്ല. നിദ്രയെ ഞങ്ങളുടെ കൂടെ വിടണം, എന്നാലേ ഞങ്ങൾ പോകൂ. സത്യഭാമയുടെ ആ പറച്ചിൽ നിദ്രയിൽ ഞെട്ടലുണ്ടാക്കി. ഗായത്രി ദേവി അവരെ രൂക്ഷമായി നോക്കി. നിദ്രയെ നിങ്ങളുടെ കൂടെ വിടണമെന്നോ? എന്തിന്? മകളായി ഇവളെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. സത്യഭാമ ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്ക്. ആഹാ, അത് ഗായത്രി ദേവി മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളുടെ അത്ര പണമില്ലെങ്കിലും ഞങ്ങൾ നല്ല അന്തസ്സുള്ളവരാ. പേരും കേട്ട തറവാടാ ഞങ്ങളുടേത്. നിങ്ങളുടെ മകൻ കാമുകിക്ക് വേണ്ടി ഇവളെ ഉപേക്ഷിച്ചു. പിന്നെ എന്തിനാ ഇവൾ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളുടെ വേലക്കാരിയായിട്ടോ? അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിദ്രമോളി എന്തായാലും സത്യഭാമയുടെ കൂടെ വിടുന്ന പ്രശ്നമില്ല. നിന്ന് കാല് കഴക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഗായത്രി ദേവി ഉറപ്പിച്ച് പറഞ്ഞു. അവർക്ക് അവരോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അതെ, അമ്മ പറഞ്ഞതാ ശരി. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരുമെന്ന് നിങ്ങൾ മനക്കോട്ട കെട്ടേണ്ട ചെറിയമ്മേ. നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ അമ്മ പോലീസിനെ വിളിച്ചേ. വെറുതെ നമ്മുടെ സമയം കളയണ്ട, നിദ്ര പറഞ്ഞു. അമ്പടി, എൻ്റെ വീട്ടിൽ ചായ്പിൽ കിടന്ന് നിറയിച്ച നിനക്ക് ഇത്രയും അഹങ്കാരമോ? നീ പോലീസിനെ വിളിക്കുമ്പോൾ ഞാൻ പത്രക്കാരെ വിളിക്കും. എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കും. ഈ വീട്ടുകാരുടെയും നിൻ്റെയും ആ രുദ്രൻ്റെയും നാണം കെട്ട കഥകളെല്ലാം ഞാൻ അവരോട് വിളമ്പും. രുദ്ര സാറ് എന്നൊരു കാമുകിയുണ്ടെന്നും അവൻ അവളുടെ കൂടെ ഒരുപാട് പ്രാവശ്യം കിടന്നിട്ടുണ്ടെന്നും അത് മറച്ചു വെച്ച് നിന്നെ കല്യാണം കഴിച്ചതാണെന്നും എല്ലാം ഞാൻ വിളിച്ചു പറയും. എന്നിട്ട് കല്യാണശേഷം അവൻ ആ ബന്ധം തുടർന്നതും എല്ലാം പറയും. മകൻ്റെ അവിഹിത കഥകൾ നാട്ടിലാകെ പാട്ടാകുമ്പോൾ ഇവർ നാണം കെട്ടോളും. സത്യഭാമയുടെ വായിൽ നിന്ന് ആ പേര് വീണപ്പോൾ നിദ്രയും ഗായത്രി ദേവിയും ഒരുപോലെ ഞെട്ടിപ്പോയി. സത്യഭാമ കൂസലില്ലാതെ തുടർന്നു. ഒരു ഗായത്രി ദേവിയും മഹാദേവനും വന്നിരിക്കുന്നു. അമ്പലത്തിലെ ദേവീദേവന്മാരാണെന്ന വിചാരം. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഇവളെയും ഞാൻ നാറ്റിക്കും. സത്യഭാമ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളി. ഗായത്രി ദേവി എന്ത് ചെയ്യുമെന്നറിയാതെ തലയ്ക്ക് കൈ കൊടുത്തു പോയി. ആ നിമിഷം ഗേറ്റ് ലക്ഷ്യമാക്കി ഒരു കാറ് വന്നിരുന്നു. കാറിൽ വന്നിറങ്ങിയത് മഹാദേവനാണ്. നിദ്രയുടെ ചെറിയമ്മയെയും മകളെയും കണ്ടതോടെ അയാളുടെ മുഖം രൂക്ഷമായി. മഹാദേവൻ കൂടി വന്നതോടെ സത്യഭാമ വിരണ്ടുപോയി. പടിക്കെട്ടുകൾ കയറി വീടിൻ്റെ സെറ്റൗട്ടിലേക്ക് പ്രവേശിച്ച മഹാദേവൻ ഗായത്രി ദേവിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. പൊതുശല്യങ്ങൾക്ക് വീട്ടിനകത്ത് പ്രവേശനമില്ലെന്ന് നിനക്കറിയില്ലേ ഗായത്രി? എന്തിനാണ് ഇവരെയൊക്കെ അകത്തേക്ക് കയറ്റിയത്? മഹാദേവന്റെ അനിഷ്ടം നിറഞ്ഞ മുഖം കണ്ട് സത്യഭാമ ധൈര്യം സംഭരിച്ചു നിന്നു. പൊതുശല്യങ്ങൾ നിങ്ങളുടെ? സത്യഭാമ എന്തോ പറയാൻ വന്നപ്പോൾ ഭയത്തോടെ ശരണ്യ ഉടനെ അവരുടെ വാടച്ചു പിടിച്ചു. മഹാദേവന്റെ മുഖം ചുളിഞ്ഞു. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വീട്ടിൽ കയറ്റുക, എന്നിട്ട് പിന്നീട് അതിനെ വഴിയാധാരമാക്കുക. നിങ്ങളുടെ മകൻ കൊള്ളാമല്ലോ. അവന് ഇനി എത്ര കാമുകിമാർ ഓടിയുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ ദൈവമേ, ഇവനെയാണല്ലോ ഞാൻ എൻ്റെ ശരണ്യമോൾക്ക് വേണ്ടി കൊടുക്കാനിരുന്നത്. എൻ്റെ മോളുടെ ഭാഗ്യം. ഈ നിദ്രയുടെ ഈ ജന്മത്തെയും പൂർവ്വജന്മത്തെയും ഒക്കെ പാപങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു ഗതി അവൾക്ക് വന്നത്. സത്യഭാമ അവർക്ക് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മഹാദേവൻ അവരെ കൊല്ലാനുള്ള ദേഷ്യത്തിലെത്തിയിരുന്നു. അപ്പോഴേക്കും എല്ലാ വിവരങ്ങളും ആരോ അവരുടെ ചെവിയിൽ കൃത്യമായി എത്തിച്ചിരുന്നു എന്ന് മഹാദേവൻ മനസ്സിലാക്കി. നിദ്രയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു ചാടി. അത് കണ്ടതോടുകൂടി മഹാദേവന്റെ നിലതെറ്റി. ഇനിയും ഈ പേക്കൂത്ത് സഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഗായത്രി, പോലീസിനെ വിളിക്ക്.
മഹാദേവൻ ഒച്ചയെടുത്തോടെ ഗായത്രി ഉടൻ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ തുടങ്ങി. വിളിക്ക്, ഞങ്ങൾക്കും പറയാനുണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ പെൺകൊച്ചിനോട് ചെയ്ത അപരാധങ്ങൾ എല്ലാം അറിയട്ടെ. സത്യഭാമ ഭയന്നു പോയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിലും പോലീസ് വന്നാലും ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. വിവരങ്ങളൊക്കെ അവരോട് ഞങ്ങൾ തുറന്നു പറഞ്ഞ നിദ്രയെ അവർ ഞങ്ങൾക്കൊപ്പം വിട്ടയക്കും. ശരണ്യയും വീരോട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ആർക്കൊപ്പം പോകണം പോകണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. നേരത്തെ സ്വരമാണെങ്കിലും ഉറപ്പോടെ നിദ്ര പറഞ്ഞപ്പോൾ ശരണ്യയുടെ മുഖമൊന്ന് കോടി. ഒരുപാട് വൈകാതെ പോലീസ് എത്തി. എന്താ ഇവിടെ പ്രശ്നം? ഒരു ഓഫീസർ മഹാദേവന്റെ അരികിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു. ഇവരിവിടേക്ക് അനധികൃതമായി കയറി വന്ന് ബഹളം വയ്ക്കുകയാണ് സർ. മഹാദേവൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓഫീസർ ഒന്ന് സത്യഭാമയെ തറഞ്ഞു നോക്കി. എൻ്റെ പൊന്നു സാറേ, ഇയാൾ കല്ല് വെച്ച് നുണയാ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പെൺകൊച്ചിനെ കൂട്ടാൻ വേണ്ടി വന്നതാ. ദേ ഇതാ ഞങ്ങളുടെ കൊച്ച്. ഇവളെ തടഞ്ഞു നിർത്തിയേക്കുവാ. സത്യഭാമ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഓഫീസർ ഒന്നും മനസ്സിലാകാത്തതുപോലെ എല്ലാവരെയും നോക്കി. അതിനിടയിൽ ഗായത്രി ദേവി അകത്തേക്ക് പോയൊരു പേപ്പർ എടുത്തുകൊണ്ട് വന്നു. സർ, ഇതൊരു പരാതിയാണ്. കുറച്ചുനാൾ മുന്നേ ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. ഇപ്പം അത് പലിശയും കൂട്ടുപലിശയും ഒക്കെയായി മാറിയിട്ടുണ്ട്. ഞാൻ അവർക്ക് പണം കൈമാറിയതിൻ്റെ ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അവർ ഇതുവരെ ആ പണം തിരികെ തന്നിട്ടില്ല. ഞങ്ങൾക്ക് പരാതിയുണ്ട് സർ. എല്ലാ തെളിവുകളും പരാതി അടങ്ങിയ പേപ്പറും പോലീസുകാരൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ഗായത്രി ദേവി പറഞ്ഞപ്പോൾ സത്യഭാമയും മകളും ഞെട്ടിപ്പോയി. അയ്യോ സാറേ, ഞങ്ങൾക്കൊരു മനസ്സറിവില്ലാത്ത കാര്യമാണ് ഇവർ ഈ പറയുന്നത്. എന്ത് പണം, ഏത് പണം, എനിക്കൊന്നും അറിയാൻ മേല. സത്യഭാമ കൈമലർത്തി. വെറുതെ ഒന്നുമല്ല സർ, 25 ലക്ഷം രൂപയാണ് ഇവർ ഞങ്ങളിൽ നിന്നും തട്ടിയിരിക്കുന്നത്. ഗായത്രി ദേവി ഉറപ്പിച്ചു പറഞ്ഞു. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മഹാദേവന് പോലും മനസ്സിലായില്ല. ഓഫീസർ എല്ലാ തെളിവുകളും പരിശോധിച്ച് ബോധ്യപ്പെട്ടു. ഇവർ പറയുന്നത് നേരാണല്ലോ. എല്ലാ ഡീറ്റെയിൽസും അടക്കമാണ് ഇവർ പറയുന്നത്. ഓഫീസർ സത്യഭാമയ്ക്ക് നേരെ ആ എഗ്രിമെൻ്റ് പേപ്പർ കാണിച്ചു കൊടുത്തു. അത് പരിശോധിച്ച ശരണ്യ ഞെട്ടിപ്പോയി. അമ്മ ഇത് നമുക്ക് അവർ നിദ്രയുടെ കല്യാണം നടക്കാൻ വേണ്ടി സമ്മാനമായി തന്നതാണ്. ശരണ്യ ഞെട്ടലോടെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യഭാമ വാപൊളിച്ച് നിന്നുപോയി. അയ്യോ സാറേ, ഇത് ഞങ്ങൾ കടം വാങ്ങിയതൊന്നുമല്ല. ഞങ്ങൾക്ക് ഇവരത് വെറുതെ തന്നതാണ്. ഇവരെ വിശ്വസിക്കല്ലേ. വെറുതെ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ ഇവർക്കെന്താ വട്ടാണോ? നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? ഓഫീസർ അവർക്ക് നേരെ ചൂടായി. സത്യഭാമയുടെ വാടഞ്ഞുപോയി. അവർ വിദഗ്ധമായി തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അന്ന് പണം തന്നപ്പോൾ എന്ന് സത്യഭാമ മനസ്സിലാക്കി. അവർ രൂക്ഷമായി ഗായത്രി ദേവിയെ നോക്കിയപ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു വിജയസ്മിതം വിരിഞ്ഞു. മഹാദേവൻ പോലും ഭാര്യയെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. അന്ന് വെറുതെ ഇത്രയും പണം അവർക്ക് നൽകിയതിനെ ചൊല്ലി താൻ എന്തുമാത്രം അവളെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. ദീർഘദർശിയായ ഭാര്യയെ ഓർത്ത് അയാൾക്ക് അഭിമാനം തോന്നി. നിദ്രയുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് വെള്ളം ചാടി. അന്ന് ഈ പണം താൻ കൈപ്പറ്റിയതാണെന്ന് ആരോപിച്ചിട്ട് രുദ്രൻ തന്നെ എന്തുമാത്രം സങ്കടപ്പെടുത്തി. അതിനെല്ലാം കാരണം ചെറിയമ്മയുടെ ആർത്തിയായിരുന്നു. ഇന്നത്തോടെ അതിനൊരു അറുതി വരുമെന്ന് ഓർത്തവൾക്ക് ആശ്വാസമായി. ഒരാഴ്ചത്തെ സമയം തരാം. ഇപ്പോൾ തന്നെ കുറേയേറെ മാസങ്ങളായിട്ടുണ്ട് ഈ പണം നിങ്ങൾ കൈപ്പറ്റിയിട്ട്. പലിശയും കൂട്ടുപലിശയും ഒക്കെ അടക്കം കൃത്യമായ തുക ഇവരെ ഏൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ജയിലിലായിരിക്കും. കേട്ടല്ലോ? ഓഫീസർ അവരെ വിറപ്പിച്ചു നിർത്തി. അയ്യോ വേണ്ട സാറേ, ഞങ്ങൾ അടച്ചോളാം. സത്യഭാമ കൈകൂപ്പി അവരോട് പറയുന്നത് കേട്ടപ്പോൾ ഗായത്രി ദേവിക്ക് ചിരി വന്നുപോയി.